പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആകണമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം ആ ചാനലിൽ. ഒരിക്കൽ കൂടി പറയാം, ഇന്നത്തെ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആകണമെങ്കിൽ എന്തൊക്കെ ആ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഡൗട്ട് ഉണ്ടായേക്കാം, ഇയാളുടെ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടോ? അത് നമുക്ക് പിന്നീട് പറയാം. അക്കാര്യം നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആകണമെങ്കിൽ ആ ചാനലിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? എന്ത് അസാധാരണമായ സംഭവമാണ് അവിടെ വേണ്ടത്? മറ്റുള്ള ആളുകളിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ എന്താണ് അതിലുണ്ടാകേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ വളരെ ഹ്രസ്വമായി പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരുന്നാൽ മാത്രമേ ഇക്കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്തോ എവിടെയോ കേട്ടു കണ്ടു എന്നല്ലാതെ കാര്യം പിടികിട്ടില്ല. അപ്പോൾ വളരെ വ്യക്തമായി കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടാകും. എന്തെങ്കിലും വലിച്ചു വാരിയിട്ട് ഒരു 4 ആളുകളിലേക്ക് ഷെയർ ചെയ്താൽ, അല്ലെങ്കിൽ 4-5 ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്താൽ, ഫേസ്ബുക്ക് പോലത്തെ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്താൽ എല്ലാമായി എന്ന് വിചാരിക്കുന്നവർ അത് തെറ്റാണ് എന്ന് പറയാൻ കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടായിരിക്കണം ഒരു ചാനലിൽ? ആ ചാനലിൽ നിന്ന് പൈസ കിട്ടണമെങ്കിൽ, പൈസ കിട്ടണം എന്നുള്ള മോഹം കൊണ്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വെറുതെ ഒരു ഹോബി എന്ന നിലയ്ക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അപ്പോൾ പൈസ ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ യൂട്യൂബിൻ്റെ പ്രോഗ്രാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വർഷാവർഷങ്ങളിൽ പല അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ 2025 നിലവിലുള്ള YPP, അതായത് യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. YPP എന്നാണ് അതിന് പറയുക. അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതായത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം, അതിൻ്റെ ഷോർട്ട് ഫോമാണ് YPP. അപ്പോൾ ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ യൂട്യൂബ് വെച്ചിട്ടുണ്ട്. അത് പാലിക്കണം. എന്തൊക്കെയാണ് നിലവിലെ നിബന്ധനകൾ? ആവശ്യമായ എലിജിബിലിറ്റി എന്താണ്? അതാണ് ആദ്യം പറയുന്നത്. ഒന്നാമതായി വേണ്ടത്, ആ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. ഫസ്റ്റ് പോയിൻ്റ്, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. രണ്ടാമത്തെ പോയിൻ്റ്, 4000 വാച്ച് ഹവേഴ്സ്. 4000 വാച്ച് ഹവേഴ്സ്. അത് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ. ഒരിക്കൽ കൂടി പറയാം, ഒന്നാമത്തെ നിബന്ധന 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. രണ്ടാമത്തെ നിബന്ധന 4000 വാച്ച് ഹവേഴ്സ് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂസ് കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട 2 നിബന്ധനകൾ. അതിൻ്റെ ശേഷമാണ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആൻഡ് പോളിസീസ്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്താണെന്ന്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലേഷനെ പറ്റിയോ, അല്ലെങ്കിൽ തീവ്രവാദത്തെ പറ്റിയോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ ഒന്നും നിങ്ങളുടെ വീഡിയോയിൽ പരാമർശിക്കാൻ പാടില്ല. പലതരത്തിലുള്ള വയലേഷൻസ് വരാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആഡ്സെൻസ് അക്കൗണ്ട്. ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ആഡ്സെൻസ് അക്കൗണ്ട് വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി കണക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വരുന്നത്. അപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് വേണം.
ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് പൈസ ലഭിക്കുക. ഇനി പെട്ടെന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് ഒരാളുടെ ചാനൽ പോയിട്ട് മോണിറ്റൈസ്ഡ് ആവില്ല. അതിന് വേണ്ടത് നമുക്ക് നമ്മുടേതായ ഒരു രീതി ഡെവലപ്പ് ചെയ്തെടുക്കണം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു ശൈലി നമ്മൾ വാർത്തെടുക്കണം. അതിന് വേണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. ഇപ്പം എല്ലാവരും കുക്കിംഗ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിച്ചോളണമെന്നില്ല. നന്നായിട്ട് കുക്ക് ചെയ്യാനും അത് നന്നായിട്ട് വീഡിയോ എടുത്തിടാനും അത് അവതരിപ്പിക്കാനും കഴിവുണ്ടെങ്കിൽ മാത്രമേ അത്തരം ചാനലുകൾ വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ ഇസ്ലാമികപരമായ കാര്യങ്ങൾ പറയുന്ന ചാനലാണ് എങ്കിൽ അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം വേണം. ആയത്തുകൾ, ഹദീസുകൾ, കാര്യങ്ങളൊക്കെ പറയാൻ അദ്ദേഹത്തിന് കഴിയണം. ഇനി മറ്റു മതസ്ഥരാണെന്നുണ്ടെങ്കിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിവുള്ളവരായിരിക്കണം, അറിവ് വേണം. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റഡി ടിപ്സ്, മോട്ടിവേഷൻ, ടെക്ക്, കുക്കിംഗ്, ട്രാവൽ മുതലായ ഒറ്റ വിഷയത്തിൽ കൺസിസ്റ്റൻസി വേണം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷിൽ ഉറച്ചു നിന്നുകൊണ്ട് വീഡിയോ ചെയ്യണം. നിങ്ങൾ കുക്കിംഗ് ചാനലാണ് തുടങ്ങിയിട്ടുള്ളെങ്കിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. ടെക്ക് പരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതെ, ഇന്ന് ടെക്ക് വീഡിയോ ചെയ്ത് നാളെ പോയിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ മോട്ടിവേഷൻ ചാനൽ നടത്തുന്ന ആൾ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ കൺസിസ്റ്റൻ്റായി തുടരണം, സ്ഥിരത വേണം എന്നർത്ഥം. ഇനി പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആവാൻ ഷോർട്സ് വീഡിയോസും അതുപോലെ തന്നെ ലോങ് വീഡിയോസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഷോർട്സ് കൂടുതൽ ചെയ്താൽ ലോങ് വീഡിയോസിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല. ലോങ് വീഡിയോസ് ചെയ്യണം, കാരണം ലോങ് വീഡിയോസിൽ നിന്നാണ് നമുക്ക് വാച്ച് അവേഴ്സ് വരുന്നത്. അപ്പോൾ കുറേ ലോങ് വീഡിയോസ് ചെയ്താൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം. പക്ഷേ ഷോർട്ട് വീഡിയോസ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലോങ് വീഡിയോസിന് ഒരു പ്രസക്തിയും ഇല്ലാതായി പോവും, കൂടുതൽ വ്യൂസ് വരില്ല. കൂടുതൽ വ്യൂസ് നിങ്ങളുടെ ലോങ് വീഡിയോസിന് വന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ കൺസിസ്റ്റൻ്റ് അപ്ലോഡ്, സ്ഥിരമായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൻ്റെ കണക്കിൽ നിങ്ങൾ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ കൂടി 90 ദിവസത്തിനുള്ളിൽ ഒരു വീഡിയോ എങ്കിലും ഇടുക എന്നുള്ളതാണ്. അത് 3 മാസത്തെ ടൈമുണ്ട്. നിങ്ങൾ അങ്ങനെയല്ല, മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലുകളൊക്കെ ആഴ്ചയിൽ 1-2 വീഡിയോസ് എങ്കിലും ഇടണം, എങ്കിലേ അത് ഇങ്ങനെ സ്ഥിരമായി നിൽക്കുകയുള്ളൂ. നിത്യഹരിതമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, എന്നും ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുന്നതോ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത്തരം വീഡിയോകൾ നിത്യഹരിത വീഡിയോകളായിട്ട് നിലനിൽക്കും. അപ്പോൾ നിത്യഹരിത വീഡിയോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 24 ദിവസത്തിൽ 24 മണിക്കൂറും വർഷത്തിൽ 12 മാസമൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. 24/7 എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, അതിനെപ്പറ്റി വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ, അത് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഫെസ്റ്റിവൽ സീസണിൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വലിയ ന്യൂസ്, ഇപ്പോൾ യുദ്ധം പോലെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതുമായി
ബന്ധമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളുടെ ചാനലുമായി ചേർന്ന് നിൽക്കുന്ന അത്തരം കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യുക. പിന്നെ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തുകൊണ്ടുള്ള ടൈറ്റിലും തംബ്നെയിലുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് എന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ആളുകൾ സെർച്ച് ചെയ്ത് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊരു സെർച്ച് എൻജിനാണ്. അപ്പോൾ സെർച്ച് എൻജിന് വേണ്ടത് കൂടുതൽ കീവേഡ്സ് അടങ്ങിയ ടൈറ്റിലാണ്, അതുപോലെ തന്നെ കീവേഡ്സ് അടങ്ങിയ തംബ്നെയിലാണ്, അതുപോലെ തന്നെ കീവേഡ്സ് അടങ്ങിയ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾ എഴുതുമ്പോൾ അതിൽ എന്ത് വേണം? കീവേഡ്സ് വേണം, ടൈറ്റിലിൽ കീവേഡ്സ് വേണം. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു തംബ്നെയിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വീഡിയോക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ #ഹാഷ്ടാഗ് കൊടുക്കാവുന്നതാണ്. #ഹാഷ്ടാഗ് നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് പറയാനുള്ളത് എൻഗേജ്മെൻറ്റ് കൂട്ടുക. വ്യൂവേഴ്സ് പലതരത്തിലുള്ള കമൻറ്റുകളും ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അരോചകമായി തോന്നുന്ന കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ കമൻറ്റുകളൊന്നും ഡിലീറ്റ് ചെയ്യാതെ കമൻറ്റിന് അനുയോജ്യമായ മറുപടി സഭ്യമായ ഭാഷയിൽ കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറയേണ്ട അവസാനത്തിലോ മധ്യഭാഗത്തോ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയാവുന്നതാണ്. ഇത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല, ചില വീഡിയോകളിലെങ്കിലും പറയുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോയിട്ട് പോൾസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ, ഷോർട്ട് മോട്ടിവേഷണൽ പോസ്റ്റ് ഒക്കെ ഇടുക. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്തു ചെയ്യാം? നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് സംവദിക്കാനുള്ള ഒരു സ്ഥലമാണ് പോസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം. അവിടെ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോയിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നീട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം ഉപയോഗിക്കുക. അത് കോപ്പിറൈറ്റ് കണ്ടൻറ്റ് വരുന്ന കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇമേജ്, ക്ലിപ്പ്. റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാവൂ. റോയൽറ്റി ഫ്രീ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറിയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കിട്ടും. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലും ഉപയോഗിക്കാം. നേരെ മറിച്ച് വല്ലവരുടെയും വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വല്ല മ്യൂസിക്കിൻ്റെ ഭാഗമോ ഏതെങ്കിലും മൂവീസിൻ്റെ ക്ലിപ്പുകളോ എടുത്ത് നിങ്ങളുടെ വീഡിയോയിൽ ഇട്ടാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അതേപോലെ തന്നെ റോയൽറ്റി പോലുള്ള കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഈ കോപ്പിറൈറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവുകയോ റിജക്റ്റ് ആവുകയോ ചെയ്യാൻ കാരണമാണ്. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് കൊണ്ട് സബ്സ്ക്രൈബേഴ്സ്, വ്യൂസ്, ലോങ് വീഡിയോസ് കൊണ്ട് വാച്ച് അവേഴ്സ്, രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോയാൽ 1-2 മാസം മാത്രം മതി നിങ്ങളുടെ ചാനലും മോണിറ്റൈസ്ഡ് ആവാൻ. അപ്പോൾ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ചാനലിൽ എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിത്തിൻ 1 or 2 months you will be monetized. Your channel will be monetized and you will get income from the YouTube channel. Nothing to worry, you will get money from YouTube channel. That's all. Thank you very much.